കടിക്കാതിരിക്കാൻ ഇനി തെരുവ് നായ്ക്കളോട് പറഞ്ഞു നോക്കാം. കഴിഞ്ഞ ദിവസം തെരുവ് നായ വിഷയത്തിൽ നമ്മുടെ സുപ്രീം കോടതി തന്നെ വളരെ പരിഹാസത്തോടെ പറഞ്ഞൊരു കാര്യമാണ്. തെരുവ് നായകൾ നിറയുന്ന റോഡിലിറങ്ങാൻ നിങ്ങൾക്ക് പേടിയില്ലേ? അപ്പോൾ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളുടെ കാര്യമോ? ന്യായീകരണങ്ങൾ നിരത്താതെ ഒരു നിമിഷം അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി മാസങ്ങൾ നീണ്ട പ്ലാനിങ്ങിനൊടുവിൽ ഒരു വിദേശ രാജ്യത്തേക്ക് ടൂർ പോകുന്നു. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിയാണ്. തെരുവ് നായ്ക്കളെ പേടിച്ച് റോഡിലൂടെ നടക്കാൻ പറ്റുന്നില്ല. എന്തിന് ബീച്ചിൽ സൺബാത്ത് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യം. എന്നാൽ നിങ്ങൾ ആ രാജ്യത്തെക്കുറിച്ച് എന്ത് പറയും? ഡോൺ ഗോ ദെയർ എന്നല്ലേ? ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തെക്കുറിച്ച് ചില വിദേശ സഞ്ചാരികളെങ്കിലും ഇങ്ങനെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ നിസ്സാരമായി കാണുന്ന തെരുവ് നായ ശല്യം വലിയൊരു വിപത്തായി മാറിയിരിക്കുന്നു. ഗോഡ്സ് ഓൺ കൺട്രി എന്നത് മാറി ഡോഗ്സ് ഓൺ കൺട്രി എന്ന ചീത്തപ്പേരിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ ഉണ്ടായിരുന്ന വാർത്തകൾ മാത്രം മതി നമ്മുടെ ഉറക്കം കെടുത്താനായിട്ട്. ടൂറിസം മേഖലയെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലിനെ തെരുവുനായ ഭീഷണി എങ്ങനെ തകർക്കുന്നത്? ഇതൊരു ചെറിയ വിഷയമല്ല, ഗൗരവമായ വലിയ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കോവളത്തു നിന്നുള്ള വാർത്തയാണ്. ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിൻ്റെ വിലാസമാണ് കോവളം. അവിടെ വെച്ചാണ് ഒരു റഷ്യൻ വനിതയ്ക്ക് തെരുവ് നായയുടെ കടിയേൽക്കുന്നത്. നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് വരാം. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ, സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന മ്യൂസിയം വളപ്പിൽ പ്രഭാത സവാരിക്കിറങ്ങിയ 4 പേരെയാണ് ഒരൊറ്റ ദിവസം തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. മൂന്നാറിലും സ്ഥിതി വ്യത്യാസമല്ല. തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കാൻ എത്തിയ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 20 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റത് വലിയ വാർത്തയായിരുന്നു. തെരുവ് നായ്ക്കളെ കടിയേൽക്കുന്ന സംഭവങ്ങൾ ഇന്ന് ഒറ്റപ്പെട്ടതല്ല. ദിവസേന കേരളത്തിൻ്റെ നിരവധി പേർ തെരുവ് നായയുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. ഇതിൽ ടൂറിസ്റ്റുകളും ഉൾപ്പെടുന്നു. നമ്മൾ വിചാരിക്കുന്നത് ഇത് വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണെന്നാണ്. എന്നാൽ കണക്കുകൾ അങ്ങനെയല്ല പറയുന്നത്. 2025 കണക്കുകൾ മാത്രം എടുത്തു നോക്കാം. ജനുവരി മുതൽ മെയ് വരെയുള്ള വെറും 5 മാസത്തിനുള്ളിൽ കേരളത്തിൽ തെരുവ് നായകളെ കടിയേറ്റത് 1,60,000 ആൾക്കാർക്കാണ്. ഇതിൽ മരണപ്പെട്ടവരുടെ എണ്ണം കൂടി കേൾക്കുമ്പോഴാണ് ഭയം തോന്നുക. പേയ് വിഷബാധയേറ്റും നായയുടെ ആക്രമണത്തിലും മരിച്ചവർ നിരവധിയാണ്. കടിയേറ്റവരിൽ പലരും വാക്സിൻ എടുത്തിട്ടും മരിച്ചു എന്ന റിപ്പോർട്ടുകൾ ജനങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ടൂറിസ്റ്റുകളെയും ഭയപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ പോയാൽ നായ കടിച്ചാൽ മരുന്ന് പോലും ഫലിക്കില്ല എന്നൊരു പ്രചരണം ഉണ്ടായാൽ ഇത് നമ്മുടെ ആരോഗ്യ ടൂറിസത്തിന് നൽകുന്ന തിരിച്ചടി പ്രവചനാതീതമായിരിക്കും.